കൂട്ടുകാരാണ് നമ്മുടെ പുതിയൊരു വീഡിയോ സ്വാഗതം. ഇതാണ് ജസ്റ്റ് ഞാൻ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറുന്നതാണ്. അപ്പോൾ കയറിയ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോട്ടയം ഏറ്റുമാനൂർ റൂട്ടിൽ ഇവിടെ ചൈതന്യയുടെയൊക്കെ ഓപ്പോസിറ്റായിട്ട് ആദാമിൻ്റെ ചായക്കടയാണ് കേട്ടോ. നല്ല ഫേമസ് ആയിട്ടുള്ള കടയാണ്. ഒരുപാട് വിൻറ്റേജ് ഐറ്റംസ് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കടയാണ്. ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. ജസ്റ്റ് ചായ കുടിക്കാനാണ് ഒന്നിങ്ങോട്ട് കയറി. അപ്പോൾ കയറിയ സമയത്ത് എന്താ പറയുക, നിങ്ങൾ അത്യാവശ്യം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ആഴ്ചയിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പല സാധനങ്ങൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ടാവും. അതുപോലെ നമ്മൾ കൂടുതൽ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയേക്കാം. ഇവിടുത്തെ കടികളെന്ന് പറഞ്ഞാൽ തന്നെ കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള കടികളാണ് കേട്ടോ കിട്ടുന്നത്. അപ്പം നമ്മൾ ഏറ്റുമാനൂരിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സ്പോട്ട് കാണാൻ പറ്റും. ആദാമിൻ്റെ ചായക്കട. ആദാം എന്ന പേരെന്ന് പറയുമ്പോൾ എന്താ പറയുക, ലോകത്തിലെ ആദ്യത്തെ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കടയിലോട്ട് കയറി കഴിയുമ്പോഴത്തെ കാഴ്ചകളാണ് കേട്ടോ. കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള, കോഴിക്കോട് ഫുഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടുത്തെ ഒരു പഴയ രീതിയിലുള്ള, ആ പഴമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളും, അതുപോലെ പഴയ മിഠായി തെരുവിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചകളും, അതുപോലെ ആ ഒരു കോഴിക്കോടിനെ ബേസ് ചെയ്തുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അതുപോലെ പഴയ സാധനങ്ങൾ, വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തീർച്ചയായിട്ടും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ നമ്മുടെ ചെങ്കല്ല് അല്ലെങ്കിൽ ചീങ്കല്ല് എന്നൊക്കെ പറയുന്ന ഇത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം അതിനെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചേക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബിയൻസ്. അകലെ നോക്കുമ്പോഴേ നമുക്ക് ഇഷ്ടപ്പെടും. പഴയ രീതിയിൽ ആ ഒരു തടി ഒക്കെ, ആ ഒരു ഷെയ്ഡൊക്കെ കൊടുത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പോർഷൻ കണ്ടോ, ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡൊക്കെ കഴിഞ്ഞ് വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പഴയ ഐറ്റംസൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ പാലൊക്കെ അളക്കാനുള്ളതും, അല്ലെങ്കിൽ മറ്റേ തട്ടുകടയുടെ ഐറ്റംസ്, വണ്ടിയുടെ സ്പെയർ വെച്ചിട്ടുള്ള ഇരിപ്പിടങ്ങൾ. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇതാണ് നമുക്ക് ഈ പുറമത്തെ കാഴ്ചകളിൽ പറയാനുള്ളത്. പിന്നെ പുറത്തിരിക്കുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ, ആ ഒരു വണ്ടിയൊക്കെ, അല്ലെങ്കിൽ ആ ഒരു വണ്ടിയുടെയൊക്കെ ഒരു കാലം, അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത്രയും പഴമയോട് അനുസ്മരിച്ചുള്ള, അല്ലെങ്കിൽ ആ ഒരു പഴമയെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇപ്പോൾ ഈ ഉന്തുവണ്ടി ഉണ്ട്. ഈ ഉന്തുവണ്ടിയിൽ നമ്മൾ ചാക്കിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിലും അവിടെ നമുക്കിരുന്ന് ചായ കുടിക്കാനുള്ള ഒരു പോർഷനും കൂടി ഉണ്ട് കേട്ടോ. മറുവശത്ത് നമുക്കിരുന്ന് ചായ കുടിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അത് നമ്മൾ ആ ഒരു ഒന്ന് തുടരുത്, അങ്ങനെയുള്ള ഇതില്ല. പിന്നെ ആ ഒരു ആക്രി ഐറ്റംസ് വെച്ചിട്ട്, അല്ല വണ്ടിയുടെയൊക്കെ സ്പെയറുകൾ വെച്ചിട്ടാണ് അവർ ആ ഹോട്ടലിലെ പല കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ് ഭംഗിയായിട്ട് ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കയറാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ, ഞാനൊരു യാത്രക്കിടയിലാണ് ഇവിടെ കയറുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് അധികം ദൂരം വരുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിലോട്ടും കൂടി ഒന്ന് എത്തിച്ചേക്കാമെന്ന് വെച്ചു. ഇപ്പോൾ അതേ മേളിലോട്ടൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ പഴയ മോഡൽ TV, റേഡിയോ, അതുപോലെ ഒരുപാട് ഐറ്റംസ്, പഴയ പത്രത്തിൻ്റെ കട്ടിങ്സുകൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയത്തില്ല. ഒരു 15 മിനിറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴയ കാലത്തെ വിൻറ്റേജ് ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ തീർച്ചയായിട്ടും അവിടുത്തെ കാര്യങ്ങൾ കാണാൻ തന്നെയുണ്ട്. കാരണം ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിവുള്ള ആൾക്കാരാണെങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് തൊട്ടടുത്ത് നിന്ന് ഈ കാര്യങ്ങൾ കാണാനും മറ്റുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പഴയ ടൈപ്പിൽ ഇഷ്ടം പോലെ നമ്മളിനി മുമ്പോട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പം ഇതതിൻ്റെ മെയിനായിട്ടുള്ള പോർഷനായിട്ടോ, എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ അതേ കണ്ടോ, ഇഷ്ടം പോലെ ഐറ്റംസ്. നമ്മൾ ഓരോന്നും എടുത്ത് പറയാനായിട്ട് നിൽക്കുന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഫുഡ് ഇത്രയാണ് നമ്മൾ ചെന്ന സമയത്ത് ഇരുന്നത്. ഏകദേശം തീരാറായിരുന്നു. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഉള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. പുറമേ കണ്ട ഒരു രീതിയല്ല അകത്തോട്ട് കയറി കഴിയുമ്പോൾ. അപ്പോൾ നമുക്കിനി അകത്തോട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. കൂട്ടുകാർ, അങ്ങനെ പുറമത്തെ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം കണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മൾ ഉള്ളിലെ കാഴ്ചകളാണ് കേട്ടോ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ജസ്റ്റ് 2-3 കാര്യങ്ങളോട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ മെയിൻ എൻട്രൻസിൽ നിന്ന് അടുത്ത പോർഷനിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പഴയ രീതിയിലുള്ള തട്ടുകട നമുക്ക് കാണാനായിട്ട് പറ്റും. തട്ടുകട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ആ രീതിയിലാണ്. അതുപോലെ നമ്മുടെ എന്താ പറയുക, മുട്ടായികളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്ന ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. പഴയ TVകൾ, ഇത് ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ ആയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് വേറെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പല കമ്പനികളുടെ പല സൈസിലുള്ള പഴയ വിൻറ്റേജ് TVകളും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. അതുപോലെ റേഡിയോ ഇരിക്കുന്നത്, റേഡിയോ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അതുപോലെ ക്ലോക്കുകൾ, പല ടൈപ്പ് ക്ലോക്കുകൾ ഇരിക്കുന്നുണ്ട്, പഴയ ഐറ്റംസ്. അപ്പം ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ, പഴയ ഐറ്റംസ്, ഇതൊക്കെ ഉണ്ടോ, പഴയ ന്യൂസ് കട്ടിങ്ങുകളൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യത്തിൽ
ഉള്ളതിനെ കഴിഞ്ഞും ഇവിടുത്തെ ഈ ഒരു വിൻറ്റേജ് ഐറ്റംസ് കാണാനായിട്ടാണ് ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നത്. ഇതൊക്കെ കണ്ടോ, പഴയ ടൈപ്പ് സ്പൂണുകൾ, ഫോർക്കുകൾ, കത്തികൾ, അതുപോലെ അളവ് സ്പൂണുകൾ തുടങ്ങിയ സാധനങ്ങളൊക്കെ. ഇതൊക്കെയെന്ന് പറയുമ്പോഴത്തേന് ഇപ്പം അധികം നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും മ്യൂസിയത്തിലോ അല്ലെങ്കിൽ എന്താ പറയുക, ചില വ്യക്തികളുടെ കാര്യമുള്ളൂ. എന്നാലും നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഈസി ആയിട്ട് പോയി കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ കണ്ട് ആസ്വദിച്ച്, അതുപോലെ തന്നെ വാഷ് ബേസിൻ നമ്മളിപ്പോൾ കണ്ട്, അത് നമ്മുടെ പഴയ ടൈപ്പ് സമോവറിൻ്റെ അകത്താണ് കേട്ടോ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ അതുപോലെ മെനുവിൻ്റെ കാര്യം പറയുമ്പം ഇതല്ല കേട്ടോ മെയിനായിട്ടുള്ള മെനു. ഈ മെനു ഉണ്ട്, അതുപോലെ 3-4 മെനു അവർ വെച്ചിട്ടുണ്ട്. അത്രയും ഐറ്റംസ് ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാനായിട്ടാണ് വന്നതെങ്കിലും നിങ്ങളെ ഇത്രയും ഐറ്റംസ് കണ്ടിട്ട് കാണിക്കാതെ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോർത്തിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളങ്ങ് കാണിച്ചേക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഒരിക്കലും എന്താ പറയുക, ഫുഡ് എക്സ്പ്ലോറിങ് എന്നുള്ളതിനെ വിട്ടിട്ട് മറിച്ച് ഇത്രയും പഴമയുള്ള ഐറ്റംസ് ഉള്ളത് നിങ്ങളെ ഒന്ന് കാണിക്കുക, അതായിരുന്നു നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിലോട്ട് കയറി കഴിയുമ്പോഴത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളതൊന്നും പറയുന്നില്ല. നിങ്ങൾ കണ്ടവർ എന്താ പറയുക, കാണാത്ത ഐറ്റംസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ എന്താ പറയുക, ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി അവർ കണ്ടിട്ടില്ലാത്ത പല ടൈപ്പ് സാധനങ്ങൾ, ഇപ്പോൾ വിളക്കുകളൊക്കെ ഇരിക്കുന്നുണ്ടോ, ഇതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പലരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല, അല്ല തൊട്ടടുത്ത് കണ്ടിട്ടുണ്ടാവില്ല, അല്ല പറഞ്ഞ് കേട്ടിട്ടേ കാണത്തുള്ളൂ. ഇപ്പോൾ വീട്ടിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടൊന്ന് പോയിട്ടുണ്ടെങ്കിൽ, പ്രായമായാലും കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പ്രായമായ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ സന്തോഷം, അവർ കുട്ടികൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അപ്പോൾ അവർക്കൊരു സന്തോഷം. അങ്ങനെ നല്ല അടിപൊളിയൊരു സ്പോട്ടാണ് കേട്ടോ. തീർച്ചയായിട്ടും പോയി നോക്കുക. നമുക്ക് പഴയ ഐറ്റംസ് ഇഷ്ടം പോലെ കാണാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയാം, ഫുഡിന് നമ്മൾ അത്ര ഇത് കൊടുത്തിട്ടില്ല. നമ്മൾ ഈ പഴയ ഐറ്റംസൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കുക എന്നുള്ള ആ ഒരു ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഇവിടെ ഒന്ന് കയറി കാണിച്ചേക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ആദാമിൻ്റെ ചായക്കട എന്ന് പറയുമ്പോൾ ആ പേരിലെ ഒരു പഴമ അത് അതുപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പക്കാ വിൻറ്റേജ് ലുക്കിൽ ആ സംഭവം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ ടൈപ്പ് വാതിലിൻ്റെ ജനലിൻ്റെയൊക്കെ പീസുകളൊക്കെ വെച്ച് സംഭവം സെറ്റ് ചെയ്തേക്കണം. അത്യാവശ്യം നമ്മൾ നോക്കി എ സി ആണ് കേട്ടോ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. പഴയ ലുക്കും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള വെറൈറ്റി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർവിങ്ങുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, ആരുടെയും മുഖം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അടുത്ത വീണ്ടും നമുക്ക് കാണുമ്പോഴേക്കും ഗുഡ് ബൈ.